ദോശ ഫുള്ളി മൈൻഡ്ഫുള്ളി കോൺഷ്യസ്ലി ഉണ്ടാക്കുന്നതും സ്പിരിച്വാലിറ്റിയും തമ്മിൽ എന്താ ബന്ധം? കറക്റ്റ് അല്ലെ? ഇതല്ലേ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞുതരാം. ഈ സ്പിരിച്വാലിറ്റി എവിടെയോ എത്തിപ്പെടും എന്നൊക്കെ പറയുന്നത് എവിടെ എത്തിപ്പെടും എന്നാണ് വിചാരിക്കുന്നത്? അവിടെയാണ് അവിടെയാണ് പ്രോബ്ലം. അതായത് ഞാൻ ഇത് ചെയ്താൽ ഞാൻ അതിലേക്ക് എത്തിപ്പെടും. ഐ വിൽ ഡു ദിസ് ഫോർ ദാറ്റ്. തത്വമസി എന്ന് നമ്മൾ പറഞ്ഞു, യു ആർ ദാറ്റ്. അപ്പോൾ യു ആർ നോട്ട് ഗോയിങ് ടു റീച്ച് എനിവെയർ. അതാദ്യം മനസ്സിലാക്കേണ്ടത്. ഏതൊരു വ്യക്തിയും, ഏറ്റവും കോമൺ മാൻ, കോമൺ ലേഡി ഹു വാണ്ട്സ് ടു റീച്ച് സ്പിരിച്വാലിറ്റി ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് നോ റീച്ചിങ്. നിങ്ങൾ എവിടേക്കും എത്തിപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ഒന്നും തേടുന്നില്ല. നിങ്ങൾ തേടുന്ന എന്തോ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. You are not going to reach anywhere. You are not going to attain anything. You are not going to get anything. എന്തോ കിട്ടാൻ പോകുന്നില്ല, എന്തോ സാധിക്കാൻ പോകുന്നില്ല, എവിടെയോ എത്തിപ്പെടാൻ പോകുന്നില്ല. നമ്മൾ പറയുന്ന സ്പിരിച്വാലിറ്റി ഇസ് ബീയിങ് അറ്റ് കംപ്ലീറ്റ് പീസ് വിതിൻ യുവർ സെൽഫ്. എല്ലാവരും തേടുന്നത് അതാണ്, പീസ് ആൻഡ് ലൈറ്റ്നെസ്. ആ പീസ് ആൻഡ് ലൈറ്റ്നെസ് നമ്മൾ ഈ മൊമെന്റിൽ I am going to create it in my life as I am doing whatever I am doing.